ഗൈസ്, വെൽക്കം ബാക്ക് ടു റിച്ചീസ് യൂട്യൂബ് ചാനൽ. ഗുഡ് മോർണിംഗ്. ഇതൊക്കെയുണ്ട് വിശേഷം. എല്ലാവരും അടിപൊളിയായിട്ടിരിക്കാമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾ തമ്മിൽ കണ്ടില്ലേ, ഡേ ഇൻ മൈ ലൈഫാണ്. ഇന്നത്തെ ഡേ കുറച്ച് ബിസി ആയിട്ടുള്ള ഡേ ആണ്. അത് മാത്രമല്ല, നമ്മുടെ വീഡിയോയിൽ പഴയ ഒരാളും കൂടി വരുന്നുണ്ട്. അതാരാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, ഇപ്പം ആള് ഉറക്കം എണീറ്റ് കുളിക്കാനുള്ള പരിപാടിയിലാണ്. സോ ഇപ്പോൾ കാണിക്കുന്നില്ല, റെഡി ആയിട്ടൊക്കെ വരുമ്പോൾ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഇപ്പോൾ എണീറ്റിട്ട് കുറച്ച് നേരമായി. അപ്പോൾ ഇന്ന് നമ്മുടെ വീട്ടിൽ പ്രേയറുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു ബിസി ആണിപ്പം മമ്മിയൊക്കെ. പിന്നെന്താ ഒന്നുമില്ല. അപ്പം ഇന്നത്തെ ഡേ എന്തൊക്കെയാവും എന്നുള്ളത് നമുക്ക് നോക്കാം. നിങ്ങളും കൂടെ വായു. അപ്പം ഞാൻ ഊഞ്ഞാലയിൽ ഇങ്ങനെ ഇരുന്ന് ആടുകയാണ് രാവിലെ. മമ്മി കിച്ചണിലുണ്ട്. രാവിലെ നമുക്ക് അങ്ങോട്ടൊന്ന് പോയി നോക്കാം എന്തൊക്കെയാണ് പരിപാടികൾ എന്നുള്ളതൊക്കെ നോക്കാം. ഓക്കെ, കമോൺ. പിള്ളേർ നല്ല ഉറക്കമാണ് കേട്ടോ. അവർ നല്ല ഉറക്കമാണ്. വിളിച്ചില്ല, വിളിക്കണം. അവർ നല്ല ഉറക്കമാണ്. ഓക്കെ, ശബമോൾ എന്ത് ചെയ്യാ? പ്രാർത്ഥനക്കാർക്കുള്ള അപ്പം കട്ട് ചെയ്ത് വെക്കുക. എങ്ങനെയുണ്ടോ? അമ്മ ടേസ്റ്റ് ചെയ്ത് നോക്കിയോ? ഇവിടെ ഒരെണ്ണം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, കുറച്ച് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് അടുപ്പയിലിരിക്കുന്നു. ഇതിപ്പോൾ ഇറക്കതേ ഉള്ളൂ അല്ലേ? കൊള്ളാം. ഓവർ മധുരമൊന്നുമില്ല, നല്ല സൂപ്പറാ. ഈ അപ്പം എന്തോ വട്ടയപ്പം. അമ്മേ ചട്നി ഉണ്ടാക്കി. മെനു നമ്മൾ പറഞ്ഞു തരാം കേട്ടോ. പ്രേയറിൻ്റെ ആ ഒരു ടൈം ആകുമ്പോൾ ഞാൻ കാണിച്ചു തരാം. വെജിറ്റേറിയൻ ആണ്. അതുകൊണ്ടായി വട്ടപ്പട്ടയിലുണ്ടാക്കി. അല്ലെങ്കിൽ നോൺ വെജ് എന്തെങ്കിലും ആക്കി. ഓക്കെ, അപ്പോൾ നമുക്ക് വഴികാല പുഴകാല എന്തൊക്കെയാണെന്നുള്ളതൊക്കെ നോക്കാം. ഓക്കെ ഗൈസ്. അപ്പം ഗൈസ്, ഇതാരാണ് ഗൈസ്? നമസ്കാരം. അപ്പോൾ പ്രവീൺ നാട്ടിൽ വന്നിട്ട് എത്ര 2-3 ദിവസമായി. അപ്പോൾ നേരെ ഇങ്ങോട്ട് വന്നു. ഇനി നമ്മളിവിടുന്ന് നാളെ തൃശ്ശൂർക്ക് പോവാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും വരും കുറച്ച് ദിവസം കഴിഞ്ഞിട്ട്. അപ്പോൾ എല്ലാവർക്കും വീണ്ടും. അപ്പോൾ പ്രവീൺ ഇപ്പം എവിടെ പോവാ? അമ്പലത്തിൽ പോവാൻ, വള്ളസദ്യക്ക് വേണ്ടിയിട്ട് പോവാൻ. അപ്പോൾ ഇപ്പോൾ വന്നപ്പോൾ നമുക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടി. പ്രവീണിനെ പോവാൻ വള്ളസദ്യ കഴിക്കാൻ വേണ്ടി പോവാണ്. ഓക്കെ, വള്ളത്തേൽ കയറി തുഴഞ്ഞ് എന്ത് പ്രാണം ഇവിടെ ഉണ്ട് ഗൈസ്. ഇപ്പം എണീറ്റേ ഉള്ളൂ, പള്ളിയേക്കാൻ പോകുന്നേ ഉള്ളൂ. അപ്പോൾ വള്ളത്തെ കയറി തുഴഞ്ഞ് അമ്പലത്തിൽ പോയി വള്ളസദ്യ കഴിക്കാൻ പോവാൻ. അതാണ് ഇങ്ങനത്തെ. അവിടെ നിന്ന് വീഡിയോ എടുക്കാൻ പറ്റില്ല, കാരണം ഞാൻ പോകുന്നുള്ള. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം കിച്ചണിൽ ആരൊക്കെ ഉണ്ടെന്ന് നോക്കാൻ കഴിയും. എല്ലാരും ഇങ്ങോട്ട് നോക്കിയേ. ഹിമയുണ്ട്. മഴയൊന്നും പെയ്ത്തൊന്നുമില്ല. ഉണ്ടോ? ടാറ്റാ. അപ്പോൾ അവർ സദ്യ കഴിക്കാനായിട്ട് പോയി. ഓക്കെ, നമുക്ക് ഇവിടെ പ്രേയറിൻ്റെ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യാം. മമ്മി ഇവിടെ എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചിരിക്കും. ഹിമ എന്ത് ചെയ്യാ? വെരി നൈസ്. അപ്പം ഞങ്ങൾ ബേക്കറിയിൽ നിന്ന് കോള് വന്നിരുന്നു. ഇതുപോലെ നമ്മൾ ഓർഡർ ചെയ്ത സംഭവങ്ങളൊക്കെ റെഡിയാണ്, വന്ന് കളക്ട് ചെയ്തോളാൻ. അപ്പോൾ അങ്ങനെ ഞാനും ഹിമയും കൂടിയിട്ട് ഓട്ടോയിൽ പോയി ബേക്കറിയിൽ. നമ്മുടെ കോഴഞ്ചേരി സെൻറ്റ് ജോർജിൽ നിന്നാണ് നമ്മൾ ഓർഡർ ചെയ്തത്. അപ്പോൾ ഞങ്ങൾ പോയി അതൊക്കെ മേടിച്ച് തിരിച്ചു വീട്ടിലോട്ട് എത്രയും പെട്ടെന്ന് ചെന്നിട്ട് വേണം കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞങ്ങൾ ഓട്ടോയിൽ ഇങ്ങനെ ചോദിച്ച് പോവാണ് ഗൈസ്. ഞങ്ങൾ
ബേക്കറി പോയി സാധനം മേടിച്ചുകൊണ്ട് വന്ന് ചൂടാറാൻ വെച്ചിട്ടുണ്ട്. നമ്മൾ ഏത്തക്കാപ്പത്തിന് ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ മമ്മിയും മീമയും എന്തുവാ നിങ്ങൾ ചെയ്യുന്ന? ബ്രെഡ് കട്ട് ചെയ്യുക. എന്തിനാ മമ്മി? ബ്രെഡ് സാൻഡ്വിച്ച്. ബ്രെഡ് സാൻഡ്വിച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ബ്രെഡിൻ്റെ സൈഡ് കട്ട് ചെയ്യുകയാണ്. ഈ പച്ചക്കറി ആയതുകൊണ്ടാണ് ഇത്രയും ബുദ്ധിമുട്ടേ. അല്ലെങ്കിൽ എന്തെങ്കിലും നോൺ വെജ് ആയിരുന്നെങ്കിൽ നമുക്ക് എളുപ്പമായിരുന്നു. വെജ് ആയതുകൊണ്ട് അത്രയും പണി. നല്ല സോഫ്റ്റ് ബ്രെഡാട്ടോ. ചൂടാക്കുക ഒന്നും ചെയ്യരുത്. പച്ച അങ്ങനെ തന്നെ ഇരിക്കണം. അതാണ് അമ്മമ്മ ഇന്നലെ പറഞ്ഞത്. ആ ഗ്രീൻ ഇതിനകത്ത് വെക്കുമ്പോൾ ചട്നി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അത് പിന്നെ കാണിച്ചു തരേ. വെളിയിലെടുത്ത് വെച്ചു. ഇതിനകത്ത് ആക്കണേ. എപ്പോഴാണ് ഇനി ഇത്? മമ്മി ഞങ്ങൾ കട്ട് ചെയ്ത് തരാം. മമ്മി വെച്ച് പോവും. ഓക്കെ, ഞങ്ങൾ കട്ട് ചെയ്യാം. നമുക്ക് കട്ട് ചെയ്യാം ഗൈസ്. അപ്പോൾ നമ്മളിവിടെ ബ്രെഡ് കട്ട് ചെയ്യാണ്. ഇത് നല്ല പെർഫെക്റ്റ് ആയിട്ട് കട്ട് ചെയ്തത്. ഇതൊക്കെ എൻ്റെ കേട്ടോ, ഞാൻ കട്ട് ചെയ്ത്. ഇതൊന്നും എൻ്റെ ഞാൻ ആദ്യം കട്ട് ചെയ്ത് കളയാത്ത രീതിയിലാണ് ചെയ്യുന്നത്. മനസ്സിലായോ? ദാരിദ്ര്യമല്ല, വെറുതെ ഇങ്ങനെ വേസ്റ്റ് ആക്കി കളയാൻ. അപ്പൊ നമ്മൾ ഇത് കട്ട് ചെയ്തിട്ട് മമ്മി ഇത് വെക്ക്, എന്തോ വെക്കാനുള്ളത് വെക്ക്. അത് ഞാൻ റെഡിയാക്കി കട്ട് ചെയ്ത് തരാം. മമ്മി വെച്ച് പോകും. ഓക്കെ. ആർക്കെങ്കിലും ബ്രെഡ് കട്ട് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഓടി വരിക. ഓടി വരിക. ഇതൊക്കെ എന്തെങ്കിലും പറയാനുണ്ടോ? ഒന്നും പറയാനില്ല. കട്ട് ചെയ്യാൻ വരുന്നവരുണ്ടോ? വരുന്നവർ വരിക. നമുക്ക് ബ്രെഡ് കട്ട് ചെയ്ത് സെറ്റാക്കാം. നമ്മുടെ മിക്സ് ബ്രെഡിനകത്ത് മമ്മി ഇത് എന്തൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്? ഇത് മല്ലിയില, തേങ്ങ, ചുവന്നുള്ളി, പച്ചമുളക്, ഇച്ചിരി ഇഞ്ചി, നാരങ്ങാനീര് എല്ലാം കൂടെ ചേർത്ത് അരച്ച് വെച്ചു. നമ്മളിത് എന്ത് ചെയ്യണം? ഇതിങ്ങനെ തേച്ചിട്ട് ഇങ്ങനെ ട്രയാങ്കിൾ ഷേപ്പിൽ കട്ട് ചെയ്ത് വെക്കുക. സാൻഡ്വിച്ച് ആയിട്ട് എടുക്കുക. വെജിറ്റേറിയൻ ആയതുകൊണ്ട് ഉള്ളൊരു പരിപാടിയാണ്. വേറെ ഒന്നും വെക്കാൻ പറ്റത്തില്ല. മുട്ടയൊന്നും ചേർക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പം അങ്ങനെ വെച്ചതാണ്. നല്ല ടേസ്റ്റായത് കഴിക്കാൻ. ഒരു ഇച്ചിരി പുതിനയും കൂടെയും ചേർക്കും. ഒരു തണ്ട് മല്ലിയാണ് കൂടുതൽ. മല്ലിയില, മല്ലിച്ചട്നി. ചട്നി വേണമെങ്കിൽ ഇച്ചിരി ടേസ്റ്റ് ചെയ്ത് നോക്കുക. ഇച്ചിരി തരാൻ വേണമെങ്കിൽ വേണം. ഞാൻ നോക്കിയായിരുന്നു. ഞാൻ ഇത് ആദ്യമായിട്ടായതുകൊണ്ട് എനിക്ക് അതിൻ്റെ ടേസ്റ്റ് കറക്റ്റ് അമ്മായി എപ്പോഴും ഉണ്ടാക്കുന്ന ഒരു സാധനമാണ്. വേണ്ട, ചെറിയ ഉള്ളി എടുക്ക്. അതെടുക്കാം. നേരെ അമ്മായി ഇതുപോലെ ഉണ്ടാക്കി പ്രാർത്ഥനക്കാർക്കൊക്കെ കൊടുക്കും. വെജിറ്റേറിയൻ വേണ്ടപ്പോൾ. ഇങ്ങനെ വെച്ച് പ്രസ് ചെയ്ത് വെക്കുക. പ്രസ് ചെയ്തതിന് ശേഷം കത്തിച്ചാത്തിങ്ങനെ ട്രയാങ്കിൾ ഷേപ്പ് നമ്മളിങ്ങനെ കട്ട് ചെയ്യും. ഇങ്ങനെ പ്രസ് ചെയ്താൽ മതി. കണ്ടോ? അപ്പോൾ ഇതിങ്ങനെ വരുമ്പോൾ ആണ് അതിൻ്റെ ഭംഗി. മനസ്സിലായോ? ഇനി ഒന്നും ചെയ്യണ്ട. ടോസ്റ്റ് ഒന്നും ചെയ്യണ്ട. ഇങ്ങനെ വെക്കുക. ആൾക്കാർക്ക് കൊടുക്കുക. ഇതേണ്ട കണ്ടോ? ലുക്ക് ഹൗ ഇസ് ഇറ്റ്? സൂപ്പർ. കഴിക്കാനും നല്ല ടേസ്റ്റാണ്. നമ്മുടെ ബ്രെഡ് കട്ടിങ് നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഹിമ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് വയലെടുത്തിടുന്നു. ഇതിന് വെക്കാനൊരു പാത്രം. അപ്പോൾ നമ്മുടെ സാൻഡ്വിച്ച് ഇവിടെ റെഡി ആക്കി വെച്ചിട്ടുണ്ട്. ബ്രെഡെല്ലാം തേച്ച് വെച്ചിട്ടുണ്ട്. കണ്ട എങ്ങനെയുണ്ട് ടേസ്റ്റ് ഹിമ? ആണോ? മമ്മി വെറുതെ ഇരുന്ന് ചട്നി തിന്ന് തീർക്കുക. കാണിച്ചേ മമ്മി എത്രയുണ്ടെന്ന്. ഇത്രയും ബാക്കിയുള്ളത് എനിക്കുള്ളതാണ്. വെരി ഗുഡ്.
ഈ ഇതന്മാർ ജീവിക്കേണ്ടതിന് അവരുടെ മേൽ നീന്തുക. അവൻ എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ പ്രവചിച്ചപ്പോൾ ശ്വാസം അവരിൽ വന്നു. അവർ ജീവിച്ചു. ഏറ്റവും വലിയ സൈന്യമായി നിവർന്നു നിന്നു. പിന്നെ അവൻ എന്നോട് അരുളി ചെയ്തത്, മനുഷ്യപുത്ര, ഈ അസ്ഥികൾ ഇസ്രായേൽ ഗൃഹമൊക്കെയും ആകുന്നു. ഞങ്ങളുടെ പിന്നെ നീ അവയെ ഒരു പോലായി ചേർത്ത് അവരുടെ കൈകൊണ്ടായെങ്കിൽ നീ അവരെ അറിയിക്കില്ലയോ? എന്നെ നീന്റെ പുരാതിക്കാർ നിന്നോട് ചോദിക്കുമ്പോൾ നീ അവരോട് പറയേണ്ടത് ഭവ്യമായി കർത്താവിപ്രകാരം ചെയ്യുന്നു. ഗൈസ്, നമ്മളെല്ലാം എല്ലാം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ. ഇതാണ് നമ്മൾ കൊടുക്കുന്ന ഒരു ഏത്തയ്ക്കാപ്പം, സാൻഡ്വിച്ചും പിന്നെ അപ്പം. ഓക്കെ, ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ. കാപ്പി, കട്ടൻ കാപ്പി ആയിക്കൊണ്ടിരിക്കുന്നത്. അതെല്ലാം നമ്മളിനി ഇവിടെ സെറ്റ് ചെയ്യണം. സെറ്റ് ചെയ്യട്ടെ. നമ്മുടെ ഇതൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ടെങ്കിൽ ഞങ്ങളിത് കൊണ്ടുപോയി കൊടുക്കട്ടെ. ഓക്കെ, സോ ഗൈസ്, നമ്മുടെ പ്രാർത്ഥനയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. നല്ല മഴയായി, ഈവനിങ് ആയി. ഇപ്പം നമ്മൾ അങ്ങോട്ട് പോവാ. അപ്പോൾ നമ്മള് പള്ളിയില് ഡാഡിനെ കാണാൻ പോകുന്നു. യെസ്, ഡാഡിയുടെ അടുത്തോട്ട് പോവാ. പ്രേം വന്നതിന് ശേഷം ഡാഡിയുടെ അടുത്ത് പോയില്ല. അപ്പം അങ്ങോട്ട് പോവാണ്. യാ, അപ്പം എല്ലാവരും റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. മഴയുമാ, അതാണ് പ്രോബ്ലം. ഓക്കെ, അപ്പം നമുക്ക് പള്ളിയിൽ എത്തിക്കണം. നൈറ്റ് ഡ്രൈവിലാണ് ഞങ്ങൾ ഇവിടെ വന്നത്. അപ്പോൾ ഒരു പെട്ടെന്നുള്ള തീരുമാനത്തിൻ്റെ പുറത്ത് ഞങ്ങൾ ആ ചാൻസിൽ വന്നതാണ്. അപ്പോൾ ഭയങ്കര തിരക്കും. വന്നപ്പോൾ പാർക്കിംഗ് കിട്ടിയില്ല ആദ്യം. പിന്നെ ഒരു അരമണിക്കൂർ നിന്നു. ഗൗരിക്ക് പിസ്സ തിന്നണമെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല. ഭാര്യയ്ക്ക് എന്താ അങ്കിളിൻ്റെ പേരെന്താ ഒന്നും പറഞ്ഞില്ല. പ്രാണ് സ്റ്റേക്ക് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഞങ്ങൾ സ്റ്റേക്കിന് വേണ്ടി തോന്നുന്നു. ഭയങ്കര തിരക്ക്. വെയിറ്റ് ചെയ്യേണ്ടി വരും. ഒരു കുടയിട്ട് പോയിട്ട് ആ വണ്ടി വേണ്ട, പോവാൻ നേരത്ത് വേണ്ടേ? ഭയങ്കര തിരക്കാണ് ഗൈസ്. ആൾക്കാരെല്ലാം വെയിറ്റിംഗിലാണ്. സോ നമ്മൾ കുറേ നേരം വെയിറ്റ് ചെയ്തതിന് ശേഷം, കുറേ നേരം വെയിറ്റ് ചെയ്തില്ല കേട്ടോ, അധികം നേരം. ഞാൻ വിചാരിച്ചു കുറേ നേരം വെയിറ്റ് ചെയ്യണം, പക്ഷെ അധികം നേരം വെയിറ്റ് ചെയ്യിപ്പിച്ചില്ല. അപ്പോൾ ഞങ്ങളെല്ലാവരും കയറിയിരുന്നു. അപ്പോൾ എല്ലാവരും ഭയങ്കര എന്താ പറയുക, മെനുവിൽ നോക്കുകയാണ് എന്താണ് ഓർഡർ ചെയ്യേണ്ടതെന്ന്. റിയ വരുന്നതിന് മുന്നേ പറഞ്ഞിരുന്നു അവൾക്ക് പിസ്സ മതി എന്നുള്ളത്. ഇവിടെ പ്രാൺ ഓർഡർ ചെയ്തത് സ്റ്റേക്കായിരുന്നു, പക്ഷേ സ്റ്റേക്ക് ഉണ്ടായിരുന്നില്ല. ബർഗർ ഓർഡർ ചെയ്തു, ബർഗറും ഉണ്ടായിരുന്നില്ല. സോ അവനും പിസ്സയാണ് ഓർഡർ ചെയ്തത്. അപ്പോൾ ഞങ്ങൾ അത്യാവശ്യം കുറച്ച് കാര്യങ്ങളൊക്കെ ഓർഡർ ചെയ്ത് വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ അങ്ങനെ കുറച്ച് നേരം വെയിറ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ ഫുഡ് വന്നു. നമ്മൾ എന്തൊക്കെയാണ് ഓർഡർ ചെയ്തതെന്ന് വെച്ചാൽ, നാൻ ഓർഡർ ചെയ്തായിരുന്നു, ചിക്കൻ ചില്ലി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, പിന്നെ തന്തൂരി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, പിന്നെ പിസ്സ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, പിന്നെ പ്രവീണിന്
കരിമീനിൻ്റെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, പിന്നെ ബട്ടർ ചിക്കൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാം നല്ല സൂപ്പർ ടേസ്റ്റായിരുന്നു കേട്ടോ. ഞാൻ ബട്ടർ ചിക്കനും ബട്ടർ നാനുമാണ് ഓർഡർ ചെയ്ത്. അത് രണ്ടും ഞാൻ വയറ് നിറച്ച് നന്നായിട്ട് കഴിച്ചു. എല്ലാത്തിനും നല്ല സൂപ്പർ ടേസ്റ്റായിരുന്നു. അപ്പം കുറച്ച് കഴിഞ്ഞപ്പോഴാണ് പ്രവീണിൻ്റെ ഫിഷിൻ്റെ കരിമീൻ വന്നത്. കുഴപ്പമില്ലാത്തൊരു ടേസ്റ്റായിരുന്നു, ഭയങ്കര ടേസ്റ്റായിരുന്നു. ബട്ട് ഇറ്റ് വാസ് ജസ്റ്റ് ഓക്കെ. അപ്പം ഞങ്ങളിതെല്ലാം വയറ് നിറച്ച് കഴിച്ചു ഗൈസ്. അപ്പോൾ നമ്മൾ തിരിച്ച് വീട്ടിലെത്തി. ഫുഡൊക്കെ നന്നായിട്ട് അടിപൊളിയായിട്ട് കഴിച്ചു. നല്ല അടിപൊളി ഫുഡായിരുന്നു. ഞാൻ ഇതിന് മുന്നേ ഒരു റീൽസായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു, ചെറിയൊരു ഭാഗമായിട്ട്. ചൈനീസ് ഹെറിറ്റേജ് ഫുഡ് അടിപൊളിയാണെന്ന് പറഞ്ഞിട്ട്. ഇന്നും നല്ല അടിപൊളിയായിരുന്നു. അന്ന് നമ്മൾ പോയത് ലഞ്ചിനായിരുന്നു. അപ്പം നമ്മളെല്ലാവരും കൂടി പ്രവീൺ വന്നപ്പം പ്രവീൺ പോയിട്ടില്ല. പിന്നെ ഒരു ചേഞ്ച്. അപ്പോൾ അവിടെ പോയി ഫുഡൊക്കെ കഴിച്ചു. നല്ല അടിപൊളി ഫുഡായിരുന്നു. എല്ലാവരും വന്നു. കിടക്കാനുള്ള പരിപാടിയാണ്. ഇനി നാളെ ഇനി വീണ്ടും ട്രാവലാണ് ടു തൃശ്ശൂർ. ട്രെയിനിലാണ് പോകുന്നത്. ഞാൻ വന്നതിന് ശേഷം പോയിട്ടില്ല, നാളെയാണ് പോകുന്നത്. പോയി അവിടെ കുറച്ച് ദിവസം നിൽക്കും, എന്നിട്ട് തിരിച്ചിങ്ങ് വരും. കാരണം എനിക്ക് ഇവിടെ നിന്നാണ് ഫ്ലൈറ്റ്. ട്രിവാൻഡ്രത്തു നിന്നാണ് ഞാൻ പോകുന്നത്. പ്രവീൺ കൊച്ചിയിൽ നിന്നാണ് പോകുന്നത്. സോ അവിടെ പോയി കുറച്ച് ദിവസം നിന്നിട്ട് ഞാൻ ഇങ്ങ് വരും. ഓക്കെ. അപ്പോൾ ഇന്നത്തെ ദിവസം ഇങ്ങനെയൊക്കെ തന്നെ പോയി. അപ്പോൾ എല്ലാവർക്കും ഭയങ്കര ക്ഷീണമായി. പ്രവീണൊക്കെ ആദ്യമായിട്ടായിരുന്നു വള്ളത്തിൽ പോയി വള്ളസദ്യ ആ ഒരു കാര്യങ്ങളൊക്കെ എക്സ്പീരിയൻസ് ചെയ്ത്. ഫസ്റ്റ് ടൈം ഇൻ ഹിസ് ലൈഫ് എക്സ്പീരിയൻസ് ചെയ്യുമായിരുന്നു. സോ പുള്ളി അത് കഴിഞ്ഞ് ഇവിടെ വന്ന് പിന്നെ പ്രെയർ കാര്യങ്ങൾ അതെല്ലാം കഴിഞ്ഞ് പുറത്ത് പോയി ഡാഡിയുടെ അടുത്ത് പോയി മെഴുകുതിരി വെച്ചു, പൂ വെച്ചു, പിന്നെ ഫുഡ് കഴിച്ചു. തിരിച്ചു വന്നപ്പോഴത്തേനും കുഴപ്പി. അപ്പം പ്രവീൺ നേരെ പോയി കിടന്നുറങ്ങാൻ പോയി. വേറെന്താ, അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉണ്ടായിരുന്നുള്ളൂ ഇന്നത്തെ ദിവസം. ഇനി അടുത്ത വ്ളോഗ് തൃശ്ശൂർ വെച്ചിട്ടായിരിക്കും, ഇൻഷാ അല്ലാ, നോക്കാം. അപ്പം അത്രയേ ഉള്ളൂ ഗൈസ്. അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അപ്പം സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ പ്ലീസ് ഡു സബ്സ്ക്രൈബ്, ലൈക്ക്, കമൻറ്റ്. അപ്പോൾ നമുക്കിനി വേറെ വീഡിയോ കാണാം. ഗുഡ് നൈറ്റ്, ടാറ്റാ, ബൈ.